إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الأحباب في الله أوصيكم وإياي بتقوى الله സർവാധിനാഥനായ പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും രഹസ്യത്തിലും പരസ്യത്തിലും കണിശമായി സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് അമുഖമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥനായ രാജാതിരാജനായ പടച്ച തമ്പുരാൻ അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അംഗീകരിച്ച് മുത്തഖീങ്ങളായി ജീവിച്ച് അവസാനം ഇഹലോകത്തിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി വിട പറയുന്ന അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, സമാധാനത്തിന് വേണ്ടി ലോകം യാചിക്കുകയാണ്. സമാധാനം എവിടെയുണ്ട് എന്ന് ആലോചിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നെട്ടോട്ടമോടുകയാണ്. അവിടെയാണ് സമാധാനം ഇസ്ലാമിലൂടെയാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കേണ്ടത്. നമുക്കറിയാം, അസ്വസ്ഥതകൾ നിറഞ്ഞ ഓരോ പ്രഭാതങ്ങളാണ് ഓരോ ദിവസവും പൊട്ടിവിടരുന്നത്. പ്രശ്നസങ്കീർണമാണ്. ഓരോ ദിവസവും നാം കേൾക്കുന്നതും കേൾക്കാൻ പാടില്ലാത്തതുമായ ഒരുപാട് അസ്വസ്ഥതകളായ സംഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ എന്തൊക്കെയായിരിക്കും ആ അവസ്ഥകൾ? അഴിമതി കഥകൾ ഒരു ഭാഗത്ത്, പൊതുമുതലുകൾ അന്യായമായി എടുത്ത്
തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും വയർ നിറച്ച് തൻ്റെ ബാങ്ക് ബാലൻസുകൾ അട്ടിയട്ടിയായി ഉയർത്തിക്കൊണ്ട് അഴിമതികൾ നടത്തി ഒരു വിഭാഗം ജീവിക്കുന്നു. ദിനേന പത്രധാരകളെയും മാധ്യമങ്ങളിലൂടെയും കേൾക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരാവുകയാണ്. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ നികുതി പണം കൊണ്ടാണല്ലോ ഈ വെട്ടിപ്പുകളും തട്ടിപ്പുകളും നടത്തുന്നത് എന്ന് കേൾക്കുമ്പോൾ അസ്വസ്ഥരായാണ് നമ്മുടെ മനസ്സുകൾ. മറ്റൊരു ഭാഗത്ത് ലഹരി മാഫിയകൾ നമ്മളെ ബലമായി പിടിച്ചു മുറുക്കിയിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ലഹരിയുമായി ബന്ധപ്പെട്ട അസ്വസ്ഥകളായ വാർത്തകൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അകത്തളങ്ങളിൽ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ അത് പിടിമുറുക്കിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ലഹരി അതിൻ്റെ ഓരോ വാർത്തകൾ ഓരോ ദിനേന നമ്മൾ കേൾക്കുമ്പോൾ അസ്വസ്ഥരാവുകയാണ്. കാരണം കേൾക്കാൻ പറ്റാത്ത, വിചാരിക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിലുള്ള ലഹരി മാഫിയകൾ ഓരോ ദിവസവും ഓരോ വാർത്തകൾ നമുക്ക് എത്തിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് കൊലപാതകങ്ങൾ. എന്തിനു വേണ്ടി കൊല ചെയ്തു എന്നും എന്തിനാണ് കൊല ചെയ്തത് എന്നും അറിയപ്പെടാത്ത ഒരവസ്ഥയിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ജീവിതത്തെ വെറുതെ അങ്ങ് കൊലപ്പെടുത്തി കളയുകയാണ്. എന്തിന് കൊല ചെയ്യുന്നു? എന്താണ് അതിൻ്റെ ആവശ്യം? ആ മനുഷ്യന്റെ വിയോഗം കാരണം ഈ ലോകം നന്നാകുമോ, അല്ലെങ്കിൽ നഷ്ടപ്പെടുമോ, നശിക്കുമോ? ആലോചിക്കേണ്ടതാണ് പ്രിയമുള്ള. ദിനേന പത്രധാരകളിൽ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് അസ്വസ്ഥതയായ കൊലപാതകങ്ങൾ, വർണ്ണിക്കാൻ പറ്റാത്ത കൊലപാതകങ്ങൾ. പിതാവിനെയും മാതാവിനെയും സഹോദരന്മാരെയും സഹോദരികളെയും അരുമ സന്താനങ്ങളെയും കൊല ചെയ്യുന്ന മക്കൾ, ഭാര്യയെ കൊല ചെയ്യുന്ന ഭർത്താക്കന്മാരെ വിഷം കൊടുത്തു കൊല്ലുന്ന ഭാര്യമാര്, തന്റെ സഹോദരനെ വൈരാഗ്യത്തിന്റെ പേരിൽ കൊല ചെയ്യുന്ന കൊലപാതകങ്ങൾ ദിനേന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. മനസ്സ് പിടയുകയാണ്. എവിടെയാണ് ഒരു സമാധാനം കിട്ടുക എന്ന് മനുഷ്യൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന മക്കള്. തന്നെ 10 മാസം ഗർഭാശയത്തിൽ ചുമന്ന മാതാവിനെ കടാര കൊണ്ട് കുത്തി മലർത്തുന്ന അരുമസന്താനങ്ങള്, തൻ്റെ പിതാവിനെ കൊല്ലുന്ന അരുമസന്താനങ്ങള് ദിനേന നമ്മൾ പത്രവായനയിൽ വായിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവർ, അസ്വസ്ഥതകൾ നിറഞ്ഞ ഒരു ചുറ്റുപാടിലൂടെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ശിഥിലമാകുന്ന കുടുംബബന്ധങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ശിഥിലമാകുകയാണ് നമ്മുടെ കുടുംബബന്ധങ്ങൾ. ഭാര്യയും ഭർത്താവും തമ്മിൽ ലോക്യമില്ല, അകൽച്ചയിലാണ്. മാതാപിതാക്കളും മക്കളും തമ്മിൽ അകലത്തിലാണ്. ബന്ധങ്ങൾ മുറിഞ്ഞുപോയിരിക്കുന്നു. എല്ലാം സാമ്പത്തികത്തിന്റെ ബലത്തിൽ നിലകൊള്ളുന്നു. പ്രിയമുള്ളവരെ, കുടുംബ ബന്ധങ്ങൾ തകരാറായിക്കൊണ്ടിരിക്കുന്നു. അവിടെയും പ്രശ്ന സങ്കീർണമാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ചില ഉദാഹരണങ്ങൾ മാത്രം സൂചിപ്പിച്ച് എന്ന് മാത്രം, ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഓരോരുത്തരേക്കായി വന്നുകൊണ്ടിരിക്കുന്നു. മാരകമായ രോഗങ്ങൾക്കൊന്ന് പരീക്ഷിക്കപ്പെടുന്നു. അസ്വസ്ഥമായ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസപരമായി രോഗങ്ങൾ കാരണമായി, ഭാര്യയുടെ വേണ്ടാത്ത പ്രവർത്തനങ്ങളുമായി, ഭർത്താവിൻ്റെ വേണ്ടാത്ത പ്രവർത്തനങ്ങളുമായി ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം തന്നെ കുലിശമായ ഒരു അന്തരീക്ഷത്തിലൂടെ ജീവിക്കുന്ന നമ്മൾ എവിടെയാണ് സമാധാനമെന്ന് ആലോചിച്ചു ഓടുമ്പോൾ മുസ്ലിമായ നമ്മൾ ആത്മാർത്ഥമായി പറയേണ്ടതും അത് വിശദീകരിച്ചു കൊണ്ടിരിക്കേണ്ടതും ശാന്തിയും സമാധാനം കൈവരണമെങ്കിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ ഒരു മതമുണ്ടല്ലോ, അത് ഇസ്ലാം മതമാണ്. ആ ഇസ്ലാം മതത്തിന്റെ ഉള്ളറകളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ ശാന്തിയും സമാധാനവും സൗഖ്യവും രക്ഷയും നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്താണ് എന്ന് അതിൻ്റെ ഉള്ളറകളിലേക്ക് കടന്ന്, പുറം മോടിയിലല്ല, ഇസ്ലാമിൻ്റെ ഉള്ളറകളിലേക്ക് കടന്ന് എന്താണ് ഇസ്ലാം എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലോകത്ത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ദിനങ്ങളായിരിക്കും പൊട്ടിവിടരുക എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ ഈ പ്രശ്ന സങ്കീർണമായ ഒരു ദിനമില്ലാതെ എങ്ങനെ ജീവിക്കണം, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെ വിശുദ്ധ ഖുർആൻ നമുക്ക് വളരെ വ്യക്തമായി പറഞ്ഞു തന്നു.
فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. വിശുദ്ധ ഖുർആൻ അൽ ബഖറയിലെ 38-ാമത്തെ വചനത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ്, എന്റെ പക്കൽ നിന്നുള്ള മാർഗദർശനവും അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള മാർഗദർശനം വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് വന്നെത്തുമ്പോൾ ഉണ്ടല്ലോ എന്റെ ആ ദർശനം പിൻപറ്റുന്നതാരോ അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ അത് എത്തിക്കഴിഞ്ഞു. അതാണ് വിശുദ്ധ ഖുർആൻ. നമ്മുടെ പോക്കറ്റുകളിൽ, നമ്മുടെ വീടുകളിൽ ഭദ്രമായി നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ലാത്ത ഒരുപാട് വീടുകളുണ്ട് പ്രിയമുള്ളവരെ. സുന്ദരമായ ലിപികളിൽ, സുന്ദരമായ മക്കയിൽ നിന്നും മദീനയിൽ നിന്നും കൊണ്ടുവന്ന വിശുദ്ധ ഖുർആൻ അത് വളരെ ഭദ്രമായി പൊതിഞ്ഞ് വീടിന്റെ അലമാരകളിൽ വെച്ച ഒരുപാട് സഹോദരീ സഹോദരന്മാരുണ്ട്. പക്ഷെ അതൊന്ന് എടുത്തു നോക്കുവാനോ, അതൊന്ന് വായിച്ചു നോക്കുവാനോ, അതിന്റെ അർത്ഥഗാംഭീര്യം മനസ്സിലാക്കുവാനോ, അതിന്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കുവാനോ സാധിച്ചിട്ടില്ല പ്രിയമുള്ളവരെ. ഇഹലോക ജീവിതത്തോടുള്ള ഭ്രമവും നശ്വരമായി ഐഹിക ജീവിതത്തോടുള്ള നമ്മുടെ ആർത്തിയും കാരണം അതൊന്ന് മറിച്ചു നോക്കുവാനോ, അതിന്റെ അർത്ഥങ്ങൾ ഒന്ന് പഠിക്കുവാനോ എനിക്കും നിങ്ങൾക്കും സമയം കിട്ടുന്നില്ല പ്രിയമുള്ള. എന്തേ കാരണം? ഇഹലോക ജീവിതത്തോട് നമുക്ക് വല്ലാത്തൊരു ആർത്തി. ആ ആർത്തിയാണ് അതിനെ കെട്ടിപ്പൂട്ടി അലമാരയിൽ ഭദ്രമായി വെച്ചത് പ്രിയമുള്ളവരെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഈ മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ, അത് പിന്തുടർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ദുഃഖിക്കുകയോ അതുപോലെ വിഷമിക്കുകയോ ഒന്നും ചെയ്യേണ്ടവരില്ല. നിങ്ങൾ അതനുസരിച്ച് ജീവിച്ചാൽ മാത്രം മതി എന്ന് അള്ളാഹുവിന്റെ റസൂൽ, അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, ലോകത്ത് മതമില്ലാത്ത ഒരു ലോകത്തെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. മതം പാടില്ല, പ്രത്യേകിച്ച് ഇസ്ലാം എന്ന മതം പാടില്ല. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. കാരണം മതം പാടില്ല, പ്രത്യേകിച്ച് ഇസ്ലാം എന്നുള്ള ഒരു മതം ഈ ലോകത്ത് പാടില്ല. അതിനു വേണ്ടി ഒരുപാട് രാഷ്ട്രങ്ങളും ഒരുപാട് പണ്ഡിതന്മാർ കൊണ്ട് ഉദ്ദേശിച്ചത് ഭൗതികപരമായ അറിവുള്ള പണ്ഡിതന്മാരും എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് അതിന് എന്തെങ്കിലും മാർഗം എന്ന് അവർ വളരെ കണിശമായിരുന്ന് ആലോചിച്ച് അവർ കണ്ടെത്തിയ വലിയൊരു മാർഗമാണ് ലഹരിയുമായി ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് മതം കുറേശ്ശെ മായ്ച്ചു കളയുവാൻ സാധിക്കുമെന്ന്. അതൊരു വിധത്തിൽ അവരുടെ ആ പ്ലാനുകൾ ഒരുവിധം വിജയത്തിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മതത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളിൽ ഈ ലഹരി എന്ന ലോബി കടന്നു കയറിയത് കാരണത്താൽ അവിടെയെല്ലാം തന്നെ പ്രശ്ന സങ്കീർണമായിരിക്കുകയാണ്. അത് കുറേശ്ശെ മതത്തിൽ നിന്ന് നമ്മൾ തെറ്റിച്ച് കളയുന്നു. അങ്ങനെ മതത്തിൽ നിന്ന് പ്രത്യേകം ഇസ്ലാമിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ലോകത്തെ സ്വപ്നം കാണുകയാണ് ഭൗതിക ലോകവാദികൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കരിഞ്ഞഴുക ഇസ്ലാം മതത്തിന്റെ അതനുസരിച്ച് ജീവിക്കുന്ന കാലത്തോളം ഒരാൾ പൂർണ്ണനായി ഇസ്ലാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് സൂചിപ്പിച്ചല്ലോ. സമൂഹത്തിൽ അസമാധാനം നിലനിൽക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒന്നാമതായി നടക്കുന്ന തട്ടിപ്പ് ആത്മീയ ചൂഷണങ്ങളുടെ കേന്ദ്രങ്ങളാകുന്നു. അതാണ് ഇന്ന് ലോകത്ത് പണമുണ്ടാക്കുവാൻ ഏറ്റവും വലിയ എളുപ്പമാർഗം. ആത്മീയ ചൂഷണങ്ങൾ അത് ഏത് മതത്തിലും എല്ലാം ഒരുപോലെ ആയിരിക്കുകയാണ്. ഒരു പള്ളിയുടെ അല്ലെങ്കിൽ ഒരു മക്ബറയുടെ ഓരത്തിരുന്നുകൊണ്ട് അവിടെ പച്ച പതാകകൾ വിരിച്ചുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് ഒരു ദശരിയും കയ്യിൽ പിടിച്ച് വരുന്നവർക്ക് ശാന്തിയും സമാധാനവും നൽകുവാൻ ഈ മക്ബറ തയ്യാറാണ്, ഇവിടെ കിടക്കുന്ന ആൾക്ക് സാധിക്കുമെന്നുള്ള ഒരു മൂഢമായ വിശ്വാസം നൽകിക്കൊണ്ട് നമ്മുടെ സമുദായത്തെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. പ്രിയമുള്ളവരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോ ആ പ്രവാചകരോ ഒന്നും പഠിപ്പിക്കാത്ത ഒരു ആചാരം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം നടന്ന് 3-ാം ദിവസമാണല്ലോ മയ്യത്ത് മറവ് ചെയ്യുന്നത്. അതുവരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു ഹഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട അവരാരെങ്കിലും ഒരാൾ അല്ലാഹുവിന്റെ റസൂലേ അങ്ങിവിടെ കിടക്കുന്നുണ്ടല്ലോ, ഞങ്ങളുടെ
പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി തരണം, ഖലീഫയായി ഇന്നയാളെ അങ്ങ് നീയും പറഞ്ഞു തരണം എന്ന് ഇവരാരെങ്കിലും ചെന്ന് ആ മരിച്ചു കിടക്കുന്ന മറവ് ചെയ്യാത്ത ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടില്ല പ്രിയമുള്ളവരെ? എന്നിട്ടാണോ ഈ മഖ്ബറയിൽ കിടക്കുന്ന ഈ മനുഷ്യനോട് ചെന്നിട്ട് നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ആത്മീയ ചൂഷണം നടത്തുന്ന അത് വലിയൊരു തട്ടിപ്പ് കേന്ദ്രമായി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുവാനുള്ള കാരണം ഇസ്ലാമിന് അന്യമാണ്. അത് ഈ സമുദായത്തില്, ഈ സമൂഹത്തില് മനുഷ്യ മനസ്സുകൾക്ക് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്ന സങ്കീർണമായ ഈ ലോകത്ത് തനിക്കൊരു സമാധാനം കിട്ടുവാൻ മനുഷ്യൻ അവിടേക്ക് ഓടുന്നു. ആ ഓടുന്നത് എന്തിന്? തന്റെ പ്രശ്നങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞാൽ അത് പരിഹാരമാകും എന്നുള്ള ഒരു മൂഢമായ വിശ്വാസത്തിന്റെ പേരിൽ അവിടേക്ക് ജനങ്ങൾ ആണില്ല പെണ്ണില്ല വ്യത്യാസമില്ലാതെ മതമില്ലാത്ത രൂപത്തിൽ അവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആത്മീയ ചൂഷണ കേന്ദ്രങ്ങൾ ഇവിടെ വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നു. എന്തേ കാരണം? പണം സമ്പാദിക്കുവാൻ, പ്രശ്നസങ്കീർണമായ മനസ്സുകൾക്ക് അവിടെ ഒരു സമാധാനം കിട്ടുന്നതിന് വേണ്ടി ഒരുപാട് പടുത്തുയർത്തപ്പെട്ട മക്ബറകൾ, അവിടെ സങ്കടങ്ങൾ പറയുകയാണ് നമ്മുടെ മുസ്ലിം സഹോദരന്മാരും സഹോദരികളും പ്രിയമുള്ളവര് മറ്റു മതസ്ഥരും. അതാണ് സൂചിപ്പിച്ചത്. ആത്മീയ ചൂഷണ കേന്ദ്രങ്ങൾ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു സമ്പ്രദായം ഇസ്ലാമിലുണ്ടോ എന്ന് അവിടെ അല്ലാഹുവിന്റെ റസൂൽ വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചു. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ. എന്റെ അടിയാറുകൾ പ്രവാചകരെ അങ്ങോട് എന്നെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അങ്ങ് പറഞ്ഞു കൊടുക്കണം, അവരുടെ സമീപസ്ഥനാണ് ഞാൻ. നിങ്ങൾക്ക് എന്ത് ചോദിക്കുവാനും ഭൂമിയുടെ അടിയിൽ നിന്നായാലും ശരി, വാനലോകത്തിൽ നിന്നായാലും ശരി, കടലിനടിയിൽ നിന്നായാലും ശരി, ഗുഹയിൽ നിന്നായാലും ശരി, എവിടെ വെച്ച് നിങ്ങൾക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ സമീപസ്ഥനാണ് ഞാൻ എന്ന് അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞ ഒരു സമുദായത്തിന്റെ അണികൾ തന്നെയാണ് പ്രിയമുള്ളവരെ ഈ ആത്മീയ ചൂഷണ കേന്ദ്രങ്ങളിലേക്ക് ഓടിപ്പോകുന്ന. മനസ്സ് അസ്വസ്ഥമാകുകയാണ്, മനസ്സ് വല്ലാതെ പ്രശ്നങ്ങൾ സങ്കീർണമാകുകയാണ്. അതോടൊപ്പം തന്നെ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുവാനാണ് അല്ലാഹു റസൂൽ നമ്മെ പഠിപ്പിച്ചത്. ഒരു തിന്മ ഒരാളിൽ നിന്ന് കണ്ടാൽ അതേ രൂപത്തിൽ നമ്മൾ തിന്മ കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു നന്മ കൊണ്ടായിരിക്കണം നമ്മൾ അതിനെ പ്രതിരോധിക്കേണ്ടത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് സ്വന്തം കൂടെ പഠിക്കുന്ന, തൻ്റെ ക്ലാസ്സിൽ തൻ്റെ ബെഞ്ചിൽ ഒപ്പം പഠിക്കുന്ന തൻ്റെ സഹോദരനെ കഠാര കൊണ്ട് കുത്തുവാൻ ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെ സാധിക്കുന്നു പ്രിയമുള്ളവരെ? മതമില്ലാത്തവർ ചുറ്റുപാടിൽ അവർ ജീവിച്ചിരിക്കുന്നു, ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നു. എങ്ങനെയാണ് അതിന് സാധിക്കുക? ഒരു ഉച്ചക്ക് ഭക്ഷണം കൊണ്ടുവന്ന് രണ്ടുപേരും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് തന്റെ സഹോദരനുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായതിന്റെ പേരിൽ തന്റെ കൂട്ടുകാരനെ ക്ലാസ് റൂമിൽ വെച്ച് കഠാര കൊണ്ട് കുത്തി നടത്തുന്ന ഒരു സംഭവം നമ്മൾ കേൾക്കാനിടയായി പ്രിയമുള്ളവരെ. എന്തേ കാരണം? മനസ്സുകളുടെ വിഷമിക്കുകയാണ്. എന്തെല്ലാമാണ് ഈ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അന്യായമായി ഒരാളെ വധിക്കുന്നത് ഈ ലോകത്തുള്ള മനുഷ്യരെ പൂർണ്ണമായി വധിക്കുന്നതിന് തുല്യമാണ് എന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് ഒരു കൊലപാതകയാകുവാൻ സാധിക്കുക പ്രിയമുള്ളവരെ? ആകാൻ സാധിക്കില്ല. പക്ഷേ ആകുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മനസ്സിനെ നിയന്ത്രിക്കുവാനും തനിക്ക് പിണഞ്ഞ ആപത്തുകൾ അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്നുള്ളൊരു ബോധത്തോടുകൂടി അതിനെ അഭിമുഖീകരിക്കുവാനും സാധിച്ചാൽ ഈ ലോകത്ത് കൊലപാതകങ്ങൾ ഉണ്ടാവുകയില്ല. കൊലപാതകങ്ങൾ നന്നേ നിന്നുപോകും. പക്ഷേ നശ്വരമായ ഈ അഹീക ലോകത്തോടുള്ള ഭ്രമം കാരണം, ഇവിടെയുള്ള ആർത്തി കാരണം കൊലപാതകങ്ങൾ ദിനേനെ ഓരോ രൂപത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ. അതും നമ്മെ വല്ലാതെ ഒരു വിഷമപ്പെടുത്തുന്നതാണ്. മറ്റൊന്ന്, ആധുനിക ലോകം നമ്മോട് പറയുന്നത് പരസ്പര സമ്മതത്തോടെ ആരോടും ശരീരം പങ്കുവെക്കാമെന്നാണ് മതമില്ലാത്ത കേന്ദ്രങ്ങൾ ആഗ്രഹിക്കുന്നത്.
പ്രായപൂർത്തിയായ ആണിനും പെണ്ണിനും അവർക്ക് സമ്മതമാണെങ്കിൽ അവിടെ വിവാഹത്തിന്റെ ആവശ്യമേ ഇല്ല. അവരുടെ സമ്മതമാണെങ്കിൽ അവർക്ക് നന്നായി അവരുടെ സുഖങ്ങൾ അനുഭവിച്ച് ജീവിക്കാം എന്നുള്ള ഒരു തിയറി ഈ ലോകത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. അതോടൊപ്പം തന്നെ എന്നാൽ ബന്ധങ്ങൾക്ക് വിശുദ്ധ ഖുർആനും ഇസ്ലാമും വളരെയധികം പവിത്ര കാണുകയും വ്യഭിചാരത്തോട് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുതേ എന്ന് വളരെ കണിശമായി നമ്മെ ഉത്ബോധിപ്പിച്ച വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ അനുയായികളായ മനുഷ്യർ തന്നെയാണ് വ്യഭിചാരത്തിലേക്കും അന്യ സ്ത്രീകളെയും അന്യ പുരുഷന്മാരെയും സ്വീകരിക്കുവാൻ വെമ്പൽ കൊള്ളുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അന്യ ഒരു പുരുഷനെ അന്യ ഒരു സ്ത്രീയെ വിവാഹത്തിലൂടെ അല്ലാതെ ആരെങ്കിലും വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വ്യഭിചാരമാണ്. ആ വ്യഭിചാരം ദിനേന നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ പ്രിയമുള്ളവരെ. മരണാനന്തരം അവനെ കാത്തിരിക്കുന്നത് എന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അതിയായ ആഗ്രഹവും പ്രതീക്ഷയും നാളെ പാരത്രിക ലോകത്ത് തമ്പുരാനെ ഞാനൊരു രൂപ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനധർമ്മമായി അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് സംഭാവനയായി അള്ളാഹുവിന്റെ മതത്തിന്റെ ദൈവത്തിന് വേണ്ടി ഞാനൊരു രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ റബ്ബേ എന്റെ പോക്കറ്റിൽ നിന്ന് ഈ ദുനിയാവിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നല്ലാതെ എനിക്ക് നാളെ പാരത്രിക ലോകത്ത് അതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങളും ദാനധർമ്മങ്ങളും ഫർളായ കാര്യങ്ങളും സുന്നത്തായ കാര്യങ്ങളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടി? നാളെ പാരത്രിക ലോകമുണ്ട്, അവിടെ ചോദ്യമുണ്ട്. അങ്ങനെ ഒരു മനസ്സുള്ള ഒരു മനുഷ്യന് എങ്ങനെയാണ് വ്യഭിചാരിയാകുവാൻ സാധിക്കുക? വ്യഭിചാരിയാകുവാൻ സാധിക്കുകയില്ല. ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുന്നു, ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുന്നു. ഇങ്ങനെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു പ്രിയമുള്ളവരെ. വ്യഭിചാരം എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ലോകത്തിന്റെ അവസാനമാകുമ്പോഴേക്ക് വ്യഭിചാരം സാർവത്രികമാകുമെന്നുള്ളതാണ്. രണ്ട് മനുഷ്യന്മാർ തമ്മിൽ പൊതുവഴിയിൽ വെച്ച് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യഭിചരിക്കുന്ന ഒരു കാലഘട്ടം വരും. പരസ്യമായി വ്യഭിചരിക്കുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ വരുന്ന സന്ദർഭത്തിൽ അതിലൂടെ ഒരു മാന്യനായ വ്യക്തി നടന്നു പോകുമ്പോൾ ആ വ്യക്തി അവരോട് പറയും, അല്ല സഹോദര സഹോദരി, നിങ്ങൾക്കൊരു മതിലിന്റെ അപ്പുറത്തേക്ക് നിന്നുകൂടെ? ഈ ജനങ്ങൾ സഞ്ചരിക്കുന്ന ഈ പൊതുവഴി വെച്ച് ഈ വ്യഭിചാരം നടത്തണമോ എന്ന് മാന്യനായ ഒരു വ്യക്തി അവരോട് ചോദിക്കുന്ന ഒരു കാലം സംജാതമാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംഭവിക്കുന്നില്ലേ ഇന്ന് ലോകത്ത്? അസ്വസ്ഥതകളാണ് മനസ്സ്. ഭാര്യയ്ക്ക് ഭർത്താവിന് വിശ്വാസമില്ല, ഭർത്താവിന് ഭാര്യയെ വിശ്വാസമില്ലാത്ത ഒരു കാലഘട്ടം ഒരു ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയും പ്രശ്ന സങ്കീർണമാണ് പ്രിയമുള്ള സഹോദരന്മാരെ, ആലോചിക്കണം നിങ്ങൾ. അതോടൊപ്പം തന്നെ 1960കളിൽ ഒരു കുട്ടി മതി എന്നുള്ള ഒരു തിയറി അംഗീകരിച്ചുകൊണ്ട് ചൈനയിൽ ആ നിയമം കൊണ്ടുവന്നു പ്രിയമുള്ളവരെ. 1960കളിൽ ദാരിദ്ര്യം കാരണമാണ് അവർ അത് ചെയ്തത്. 2006 വന്നപ്പോഴേക്ക് ആ നാട്ടിൽ യുവാക്കൾ കുറഞ്ഞതിന്റെ പേരിൽ ആ നിയമം അവർ റദ്ദാക്കി കളഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുവാനും അത് വളർന്ന് പന്തലിച്ച് ഈ നാട്ടിനും പാരത്രിക ലോകത്തെ ആ വ്യക്തികൾക്കും ഗുണം കിട്ടുന്നതിന് വേണ്ടി അല്ലാഹു സജ്ജിച്ച് സംവിധാനിച്ച ഒരു മാർഗമാണ് വിവാഹബന്ധം എന്നുള്ളത്. ഒരു സ്ത്രീ അന്യപുരുഷനുമായി ബന്ധപ്പെട്ട് അതിലുണ്ടാകുന്ന കുട്ടി സ്വന്തം ഭർത്താവിൻ്റെതാണ് എന്ന് പറഞ്ഞ് ആ ഭർത്താവിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന സമ്പ്രദായം നടന്നുകൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ. നിഷേധിക്കേണ്ട കാര്യമില്ല, ലോകം അങ്ങനെയാണ് ഇന്ന്. സ്വന്തം ഭർത്താവ് തന്റെ ഭാര്യയിൽ മാത്രം കാമവേളി നടത്തേണ്ട മനുഷ്യൻ അവൻ അന്യ സ്ത്രീകളുടെ അടുക്കൽ പോയി അവന്റെ വികാരം ശമിപ്പിക്കുന്നു. ഇസ്ലാം അവിടെയും നമുക്ക് പറഞ്ഞു, നിന്റെ ഭാര്യയെ കൊണ്ട് നിന്റെ വികാരത്തെ ശമിപ്പിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നിനക്ക് 4 പേരെ വിവാഹം ചെയ്യുവാൻ അല്ലാഹുവിന്റെ റസൂൽ നമ്മെ അനുവദിച്ചു. പ്രിയമുള്ളവരെ, വിവാഹം കഴിക്കുന്നതൊക്കെ ചില മാനദണ്ഡങ്ങൾ നിർദ്ദേശിച്ചു തന്നു. അവിടെയെല്ലാം തന്നെ വളരെ കണിശമായി ഇസ്ലാം പഠിപ്പിച്ചു. അങ്ങനെ നോക്കൂ നിങ്ങൾ, വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന നോട്ടമുണ്ടല്ലോ. ഒരു സ്ത്രീയെ നമ്മൾ ആദ്യമായി കണ്ടു, ഒന്ന് നോക്കിപ്പോയി. രണ്ടാമത്തെ നോട്ടം
അത് കണ്ണിന്റെ വ്യഭിചാരമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എനിക്കും നിങ്ങൾക്കും എത്രമാത്രം അത് സ്വീകരിക്കുവാൻ സാധിക്കുന്നു എന്നുണ്ട് അവരവരുടെ നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് ഞാനും നിങ്ങളും ആലോചിക്കുക. പ്രിയമുള്ളവരെ, ആലോചിക്കുക. കണ്ണുകൊണ്ട് കണ്ട്, മനസ്സുകൊണ്ട് തൃപ്തിപ്പെട്ട്, പിന്നെ കൈകാലുകൾ അതിലേക്ക് നടന്ന് അവസാനം അത് സംഭവിക്കുന്നു. അവിടെയാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചത്. അൽയൗമ അക്മൽതു ലക്കും. വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചു, ആ ദിവസത്തിലുണ്ടല്ലോ അന്ന് കൈകാലുകൾ സംസാരിക്കുന്നു. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ എന്ന ഓരോ തെറ്റുകുറ്റങ്ങളെയും ചെയ്ത കൈകൾ, കാലുകൾ, മനസ്സുകൾ, ശരീരങ്ങൾ, ചെവികൾ, കണ്ണുകൾ, കാതുകൾ എല്ലാം ഓരോന്നായി നമുക്കെതികൾ സാക്ഷി പറയുന്ന ഒരു ദിനം. ആ ദിനത്തെ പേടിച്ചത് കൊണ്ടാണ് കുറച്ചെങ്കിലും ഒരു സ്വസ്ഥമായി ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഈ ദുനിയാവിന്റെ അവസ്ഥ വളരെ ഖേദകരമായിരിക്കുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ മതബോധമുള്ള മനുഷ്യർ വളരെ സമാധാനത്തോട് കൂടി ജീവിക്കുന്നു. കാരണം അല്ലാഹു എനിക്ക് തന്നത് ഇന്നതൊക്കെയാണ്, അത് മതി എനിക്ക്. സമ്പന്നനായ ഒരു മനുഷ്യനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി തന്നു. പാരത്രിക ലോകത്ത് വിചാരണ നാളില് സമ്പന്നനായ മനുഷ്യനെ കൊണ്ടുവരികയാണ്, അവനെ നിർത്തുകയാണ്, അവന്റെ രേഖകൾ തുറക്കുകയാണ്. അവൻ അതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മലായിക്കത്തുകൾ, നമ്മുടെ ജീവിതകാലത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മലായിക്കത്തുകൾ അവിടെയും നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ രേഖകൾ അവർ സമർപ്പിക്കുന്നു, അത് ഓരോന്നായി എടുത്തു കാണിക്കുന്നു. ആ സന്ദർഭത്തിൽ നമ്മുടെ ഓരോ തെറ്റുകുറ്റങ്ങളെയും അവിടെ കാണിച്ചു തരിക. സമ്പന്നനായ ഒരു മനുഷ്യൻ അവനെ കൊണ്ടുവരുന്നു. ആ കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ ആ മനുഷ്യനോട് ചോദിക്കുകയാണ് അവന്റെ ആരോഗ്യത്തെ സംബന്ധിച്ച്. അത് കഴിഞ്ഞ് അവന്റെ സമ്പത്തിനെ സംബന്ധിച്ച് നീ എങ്ങനെയാണ് ഇത് സമ്പാദിച്ചത് എന്ന്. ഹലാലുകളും ബാത്തിലുകളും നീ ശ്രദ്ധിച്ചിരുന്ന, ഹറാമുകളും നീ ശ്രദ്ധിച്ചോ? ഹറാമിലൂടെ സമ്പാദിച്ച ഒരുപാട് ധനങ്ങൾ നീ പള്ളികളിലേക്കും ദാനധർമ്മങ്ങളിലേക്കും പാവങ്ങളെ സഹായിക്കുവാനും കൊടുത്തിട്ടുണ്ട്, അത് രേഖയിലുണ്ട്. പക്ഷേ ഇവിടെ അത് സ്വീകാര്യമല്ല. നീ ഹറാമിലൂടെ സമ്പാദിച്ചതാണ്. ഹലാലിലൂടെ നീ സമ്പാദിച്ചുവോ അതിവിടെ സ്വീകാര്യമാണ് എന്ന് അവിടെ കർശനമായ പരിശോധന നടക്കുന്ന ദിവസം. പാവപ്പെട്ട ഒരു മനുഷ്യൻ, അവന് ജീവിതത്തിൽ അവനെ കിട്ടിയത് തൃപ്തി കൊണ്ട് ജീവിച്ച ഒരു മനുഷ്യൻ അവനെ കൊണ്ടുവരുന്നു. അവനോട് ചോദിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ഞാൻ നിനക്ക് കുറച്ച് സമ്പത്ത് കുറച്ചു തന്നു, എന്താ നിന്റെ അഭിപ്രായം ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയുന്നു, റബ്ബേ യാ റഹ്മാൻ യാ റഹീം യാ ഗഫൂർ യാ വദൂദ്, എന്നെ സൃഷ്ടിച്ച, എന്നെ പരിപാലിച്ച, എന്നെ നിയന്ത്രിക്കുന്ന തമ്പുരാനെ, എനിക്ക് ആ തന്നത് കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടു, അതുകൊണ്ട് ഞാൻ സുഖമായി ജീവിച്ചു. അവരല്ലലും അലട്ടുമില്ലാതെ വളരെ സുഖമായി എനിക്ക് തന്നതുകൊണ്ട് ഞാൻ ജീവിച്ചിട്ടുണ്ട് തമ്പുരാനെ എന്ന് പറയുമ്പോൾ ആ മനുഷ്യനെ സിറാത്ത് എന്ന പാലത്തിലേക്ക് അല്ലാഹു വിടുകയാണ്. പ്രിയമുള്ളവരെ, വേഗം അവന്റെ വിചാരണ കഴിഞ്ഞു. സിറാത്ത് എന്ന പാലത്തിലൂടെ അവൻ കുടിസായി വളരെ വിഷമിച്ച് സ്വർഗത്തിലേക്ക് കടക്കുന്നു. സമ്പന്നനായ മനുഷ്യൻ അവൻ അനധികൃതമായി സമ്പാദിച്ചതും ചിലവഴിച്ചതിനെയും സംബന്ധിച്ച് കർശനമായ ചോദ്യം നടക്കുകയാണ്. അവന്റെ വിചാരണ കഴിഞ്ഞിട്ടില്ല, ഓരോന്ന് വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവനെ അതാ നരകാഗ്നിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുവാൻ അതിന് നിയോഗിക്കപ്പെട്ട മലായിക്കത്തുകളോട് അല്ലാഹു കൽപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ വിഷയം ഒരുപാട് പറയാനുണ്ട്, ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്വസ്ഥതകൾ നിറഞ്ഞ ഈ ദുനിയാവിൽ ശാന്തിയും സമാധാനം എവിടെ കിട്ടണമെന്ന് ആലോചിച്ചാൽ ഒന്നേ നമുക്ക് ഉത്തരം പറയാനുള്ളൂ, ഇസ്ലാം. അതിൽ എല്ലാ വിഷയങ്ങൾക്കും, ലോകത്തുള്ള മനുഷ്യരുടെ ഏതെല്ലാം വിഷയങ്ങളുണ്ടോ അതിനെല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ. അതിലേക്ക് നമ്മൾ മടങ്ങിയാൽ, വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങിയാൽ നമുക്ക് രക്ഷയും സമാധാനവും കൈവരിക്കാൻ സാധിക്കും. അങ്ങനെ വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങി അസ്വസ്ഥതകളില്ലാത്ത ജീവിതം നയിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ സർവാധിനാഥനായ പടച്ച തമ്പുരാൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله
ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അംഗീകരിച്ച് ജീവിക്കണമേ എന്ന് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നാം എല്ലാവരും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നു. പണം കൊടുത്തും അല്ലാതെയും നമ്മളെ വയറിനെ നിറക്കുന്നു. നമ്മൾ ആരും തന്നെ ഇതുവരെ പട്ടിണി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ജീവിതത്തിൽ 50, 60, 80, 70 വയസ്സായ ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അവരൊന്നും തന്നെ പട്ടിണിയെ സംബന്ധിച്ച് അറിയാൻ സാധ്യതയില്ല. കാരണം അങ്ങനെ സുന്ദരമായ ഒരു ജീവിതമാണ് ഈ ലോകത്തിൽ, നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് മാന്യമായ വസ്ത്രവും നമ്മൾ ധരിക്കുന്നു, അല്ലേ? ഒരു എന്തെങ്കിലും പരിപാടിക്ക് പോവുകയാണെങ്കിൽ പ്രത്യേക വസ്ത്രങ്ങൾ ധരിച്ച് നല്ല സുന്ദരനായി, നല്ല ഭംഗിയായി, വൃത്തിയോടുകൂടി നമ്മൾ അവിടേക്ക് പോകുന്നു. അപ്പോൾ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് നല്ല വസ്ത്രം ധരിച്ച് നല്ല സുഖമായി നമ്മൾ അവിടേക്ക് യാത്ര ചെയ്യുന്നു. മറ്റൊന്ന്, എല്ലാം കഴിഞ്ഞ്, യാത്രകളൊക്കെ കഴിഞ്ഞ് സുഖമായി ഏതാണോ നമ്മുടെ വീട് ആ വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യുന്നു. മനസ്സമാധാനത്തോടുകൂടി നമ്മുടെ വീട്ടിലേക്ക് എവിടെ പോയാലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എത്തുവാനാണ് ആഗ്രഹം. ആ വീട്ടിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യുന്നു. സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചു, സുന്ദരമായ വസ്ത്രം ധരിച്ചു, നമ്മുടെ പ്രശ്നങ്ങളും ക്രയവിക്രയങ്ങളൊക്കെ നടത്തി കഴിഞ്ഞ് നമുക്കൊരു വീട് അവർ പലരും പല കാറ്റഗറിയിലാണല്ലോ വീടുകളുടെ, ആ വീട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അപ്പോൾ അതൊരു സമാധാനം കിട്ടി നമുക്ക്. എന്നാൽ ഒരുപാട് പ്രവാചകന്മാരുടെ പാദസ്പർശമേറ്റ ഫലസ്തീനിലെ മണ്ണ് നമ്മൾ ആലോചിക്കണം പ്രിയമുള്ളവര്. എന്താണ് അവിടെ നടക്കുന്ന അക്രമങ്ങളും അനീതികളും കാണേണ്ടതാണ്. ഒരു കുബുസിന് വേണ്ടി, ഒരു ബ്രെഡിന് വേണ്ടി നെട്ടോട്ടമോടുകയും അവിടെ മരണങ്ങൾ വരെ സംഭവിച്ചുകൊണ്ട് ഒരു റൊട്ടിക്ക് വേണ്ടിയിട്ട് ഓടിയതിൻ്റെ പേരിൽ നോക്കി നിങ്ങൾ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച നമ്മളും നമ്മുടെ സഹോദരന്മാരാണ് ഫലസ്തീനിലുള്ളതും. പ്രവാചകന്മാരുടെ പാദസ്പർശമേറ്റ പുണ്യഭൂമി ഖുദ്സ്, നമുക്കറിയാം. ഖുദ്സ് ഫലസ്തീൻ ജനതയുടെ മുന്നിലുണ്ട്. അതിൽ കയറി 2 റക്അത്ത് നമസ്കരിക്കുവാൻ പോലും ഭാഗ്യം കിട്ടാതെ അതിൻ്റെ ഓരങ്ങളിൽ, അതിൻ്റെ ഗാർഡനുകളിൽ നിന്ന് നമസ്കരിച്ച് സലാം പറഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയാണ് നമ്മുടെ സഹോദരന്മാർക്കുള്ളത്. പ്രിയമുള്ളവരെ, സൂചിപ്പിച്ചത് നമ്മൾ എത്രയോ ഭാഗ്യവാന്മാർ, പറഞ്ഞാൽ തീരാത്ത ഭാഗ്യവാന്മാരാണ് നമ്മൾ വളരെ സുഖമായി ജീവിക്കുന്നു. നിങ്ങൾ പ്രിയമുള്ളവരെ, പ്രധാന നമസ്കാരങ്ങളുടെയും തഹജ്ജുദ് നമസ്കാരങ്ങളുടെയും സമയത്ത് ആ സഹോദരന്മാർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട്. കാരണം മനസ്സറിഞ്ഞുകൊണ്ട് നമ്മുടെ സഹോദരന്മാർ ഇന്ന് സഹിക്കുന്ന യാതനകളുണ്ടല്ലോ, ബുദ്ധിമുട്ടുകൾ. എത്ര പിഞ്ചോമന കുഞ്ഞുങ്ങളാണ് പ്രിയമുള്ളവരെ ദിനേന മരിച്ചുകൊണ്ടിരിക്കുന്നത്. കണക്കില്ല മരണത്തിന്. വാർത്താ മാധ്യമങ്ങൾ വരുന്ന കണക്കുകൾ ചെറിയ കണക്കുകൾ, പക്ഷേ അവിടെ മരണപ്പെടുന്ന കുട്ടികളുടെ കണക്കുകൾ കണക്കില്ലാത്ത രൂപയിൽ കിടക്കുന്നു പ്രിയമുള്ളവരെ. അതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്, എല്ലാവരും അവരവരുടെ പ്രാർത്ഥനകളിൽ ഫലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഉപദേശിക്കുകയാണ്, നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അള്ളാഹുവേ, ഗസയിലെ ഞങ്ങളുടെ സഹോദരന്മാരെ അവരുടെ ബുദ്ധിമുട്ടുകൾ നീ ശമിപ്പിക്കണമേ തമ്പുരാനെ. ജൂതലോബിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റബ്ബനാ ഫിരിഖ് ലനാ സബ്റൻ വസബ്ബിത് അഖ്ദാമനാ. ഞങ്ങളുടെ നാഥ, അവർക്ക് നീ ക്ഷമ നൽകുകയും അതോടൊപ്പം തന്നെ അവർക്ക് സമാധാനം നൽകുകയും അവരെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുവേ, റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലില്ലദീന കഫറൂ വഗ്ഫിർ ലനാ റബ്ബനാ ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ സത്യനിഷേധികളുടെ പരീക്ഷണത്തിൽ അതിൽ നിന്ന് ഞങ്ങളെ ഇടയാക്കരുതേ തമ്പുരാനെ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് നീ പൊറുത്തു തരികയും ചെയ്യണമേ.
തീർച്ചയായും നീ തന്നെയാണ് പ്രതാപിയും യുക്തിവാനും റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരന്മാർക്ക്, ഫലസ്തീനിലെ സഹോദരന്മാർക്ക് അല്ലാഹുവേ നീ രക്ഷ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പ്രവാചകന്റെ പ്രാർത്ഥനയുണ്ട്, പ്രവാചകന്റെ ഒരു മുന്നറിയിപ്പുണ്ട്. ലോക അവസാനമാകുമ്പോഴേക്ക് മുസ്ലിങ്ങളുടെ കൈകളിൽ ഖുദ്സ് വരുമെന്നുള്ള ശുഭകരമായ ഒരു സന്തോഷ വാർത്ത പ്രവാചകൻ നൽകിയിട്ടുണ്ട്. ആ പ്രതീക്ഷയിലാണ് നമ്മൾ. ലോകം നോക്കി നിങ്ങൾ, ലോകം ഒന്നടങ്കം അപൂർവമായി ചില രാഷ്ട്രങ്ങൾ മാത്രം, മറ്റെല്ലാ രാഷ്ട്രങ്ങളും ഇസ്ലാമിനെതിരെ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തേ കാരണം? ഈ ലോകത്തിൽ നിന്ന് ഇസ്ലാം അന്യമാകണം. അതാണ് അവിടെ എല്ലാവരുടെയും പ്ലാനുകൾ. ഇസ്ലാം അന്യമായാൽ അവർ എന്തൊക്കെയോ നേടി എന്നുള്ള രൂപത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ആ സഹോദരന്മാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഹിസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, സ്നേഹജനങ്ങൾ, ഉസ്താദുമാർ എല്ലാവരുടെയും ഖബറിന് വിശാലത നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, കടങ്ങൾ കൊണ്ട്, മാറാരോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരൻ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ, അവർക്ക് സൗഖ്യവും സമാധാനവും രക്ഷയും നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ കൺകുളിർമ നൽകുന്ന സന്താനങ്ങളാക്കി തരണമേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബജീവിതം ഇസ്ലാമിൽ അധിഷ്ഠിതമായി ജീവിക്കുവാനും ഭദ്രമായി നിലനിർത്തുവാനും നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഖിമിസ്സലാം.